ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ആരൊക്കെയായിരിക്കും മത്സരാർത്ഥികളായി എത്താൻ പോകുക എന്നുള്ള വിഷയമാണ് ഇപ്പോൾ ആരാധകർക്കെല്ലാവർക്കും അറിയേണ്ടതും കേൾക്കേണ്ടതും. നിരവധി പ്രഡിക്ഷൻ ലിസ്റ്റുകളും ഇതിനോടകം തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ തന്നെയും ഒരുപാട് തവണ കേട്ട പേരാണ് രേണുസുതിയുടേത്. ഇത്തവണത്തെ ബിഗ് ബോസിലേക്ക് തീർച്ചയായിട്ടും രേണുസുതി ഉണ്ടാകുമെന്നാണ് എല്ലാവരും പറയുന്നത്. പ്രഡിക്ഷൻ ലിസ്റ്റുകളിലൊക്കെ തന്നെയും രേണുവിന്റെ പേരുമുണ്ട്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും രേണുസുതിയുടെ ഫോട്ടോഷൂട്ടും ആൽബവും ഷോർട്ട് ഫിലിംസും ഒക്കെ തന്നെയാണ്. ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് ആരാധകരെയും വിമർശകരെയും രേണു സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. രേണുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട്. എന്നാൽ അതിനേക്കാൾ രേണുവിനെ വെറുക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ആരാധകരുടെ എണ്ണവും കൂടുതലാണ്. ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് രേണുവിനെ വിമർശിച്ചുകൊണ്ട് പലരും എത്തിയത്. എന്തൊക്കെയായാലും രേണുസുതി ഇത്തവണത്തെ ബിഗ് ബോസ് സീസണിൽ ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ ഒരു സീസണിൽ വന്ന് സഹതാപ വോട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പെർഫോമൻസോ കാഴ്ചവെച്ചൊക്കെ വിജയിയാവാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. കാര്യം, രേണുസുതിക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നുവെങ്കിലും അത് മാറി കുറച്ചൊക്കെ പോസിറ്റീവ് ആയി വന്ന സമയമായിരുന്നു. എന്നാൽ വീണ്ടും അത് നെഗറ്റീവിലേക്ക് തന്നെ പോവുകയായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് രേണു ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ എത്തുമ്പോൾ എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ ഒന്ന് മറക്കാതെ കമന്റ് ചെയ്യുകയും വേണം. ഒരുപാട് പേര് പറയുന്നത് തീർച്ചയായും രേണുസുതിക്ക് ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ വിജയിയാകാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും 100 ദിവസത്തോടനുബന്ധിച്ച് നിൽക്കാൻ സാധിക്കുമെന്നും ചിലപ്പോൾ വിജയ് വരെ ആയേക്കാമെന്നും ആരാധകർ പറയുന്നു. കൊല്ലം സുധിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട്. അവരുടെ വോട്ടൊക്കെ തന്നെയും രേണുവിന് കിട്ടാൻ സാധ്യതയുണ്ട് എന്നും രേണുവിനെ തന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ വോട്ടൊക്കെ തന്നെയും കിട്ടാൻ സാധ്യതയുണ്ട് എന്നും ചിലപ്പോൾ സഹതാപ വോട്ട് വരെ കിട്ടിയേക്കാമെന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ആരാധകരൊക്കെ തന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യുകയാണ്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്.